Happy Christmas everyone. ഇത് കണ്ടിട്ടേ അത് കാണിക്കാതെ. ഇത് ഓക്കേ. തലയിൽ കുത്തുന്ന ക്ലിപ്പ് ഇവിടെ വെച്ചിരിക്കുന്നത്. സമ്മേക്കണം ബ്രോ. ഓ ഇത് തനി പ്രിയ കൂളിംഗ് ഗ്ലാസ് വെക്കുമ്പോഴുള്ള ആ മൂക്കുത്തിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ സെയിം സംഭവം. Hi guys, good morning and welcome to our new vlog. ഇന്ന് ആക്ച്വലി ക്രിസ്മസ് ആണ്. സോ ബിലേറ്റഡ് ക്രിസ്മസ് വിഷസ് എല്ലാവർക്കും. ആൻഡ് ഇന്ന് ഇത് സെക്കൻഡ് ടൈം ഇൻട്രൊഡക്ഷൻ എടുക്കുന്നത്. ഇത്തവണ ക്രിസ്മസിന് ഒരു സൂപ്പർ ഇവിടുന്ന് ബാങ്കോക്ക് വാങ്ങിയ ഒരു ടാബിന്റെ ഒക്കെ ഒരു സാന്റാക്ലോസ് ഡാബ് ചെയ്യുന്ന ഒരു ടീഷർട്ടാണ് വാങ്ങിയത്. ഞങ്ങൾ ആക്ച്വലി ഞാനും വേദും താഴെ പോയ സുധീരേട്ടൻ എല്ലാവരും വന്നിട്ടുണ്ട്. നോക്കിയപ്പോൾ ഇവരെല്ലാവരും റെഡ് ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നു. ഞങ്ങളോടും കൂടെ പറയില്ലായിരുന്നു, ഞാൻ ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും വന്ന് ഇൻട്രൊഡക്ഷൻ എടുക്കുവാണ്. അപ്പൊ ഞാൻ റെഡ്, വേദു റെഡ്, പ്രിയ മിക്കാറും റെഡ് ഒന്നും കിട്ടില്ല. കാരണം പ്രിയയുടെ പെട്ടി ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പൊ മൂന്നാമത്തെ ദിവസം തേർഡ് ഡേ ആയി ഇതുവരെ കിട്ടിയിട്ടില്ല. സോ പ്രിയ ഇവിടുത്തെ ഷോപ്പിംഗിന് വാങ്ങിയ ഏതെങ്കിലും ഒരെണ്ണം എടുത്തായിരിക്കും ഇടുന്നത്. താഴെ പോയി അവരുടെ കളർ കോർഡിനേഷൻ ആദ്യം ഒന്ന് കാണാം. അത് കഴിഞ്ഞിട്ട് ഒരു ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റിയ സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. വേദുവിന് പക്ക, അവന് പിന്നെ റെഡിന് ഒരു ബുദ്ധിമുട്ടില്ല. അയൺമാന്, ഫ്ലാഷിന്റെ ഷൂസ്, റെഡ് പാൻസ്, ഭാഗ്യത്തിന് എല്ലാം റെഡ്. ഹാപ്പി ക്രിസ്മസ് പറ. ബോട്ടിൽ പോവാ അല്ലേ? അത് പോവാം. പിന്നെ ഇത് ഞാൻ ഇവിടുന്ന് ബാങ്കോക്ക് പുതിയത് വാങ്ങിയതാണ്. വേദു ഇസ് ആക്ച്വലി ടു ബിഗ് ഫോർ പ്രാം. പക്ഷെ ഞങ്ങളെ പോലെ ഞാൻ പറഞ്ഞില്ലേ, ഏകദേശം ഒരു 8-10 കിലോമീറ്റർ ഒരു ദിവസം നടക്കുന്നവർക്ക് ഇത് നല്ലതാണ്. ഇത് ഫുൾ പ്ലാസ്റ്റിക് ആണ്, പ്രാം അല്ല. വേദുവിന് ഇരുന്നുകൊണ്ട് പോവാം. ഏകദേശം 20 കിലോ വരെ കൊണ്ടുപോകാം. ബാങ്കോക്കിൽ ഇത് ഏകദേശം 4000 രൂപ ഇന്ത്യൻ റുപ്പീസ് ആണ് കിട്ടിയത്. നല്ല സ്റ്റേഡിയാണ്. നമുക്ക് ട്രോളി പോലെ തള്ളിക്കൊണ്ട് നടക്കാം. സോ ആക്ച്വലി ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ഗുഡ് ബൈ. സ്ട്രോളർ ഇനി വേദുവിന് പറ്റില്ല. പ്രിയ മാത്രം ഓൺ ഔട്ട്. ഓറഞ്ച് ഇത് നോക്ക്, ഇതാണ് പക്ക ക്രിസ്മസ് ഫാമിലി. ശില്പയുടെ പ്ലാനിങ് ആണ് ഇത് അല്ലെ? വേറെ ആരും ആയിരിക്കില്ല ഇതിന്റെ മുൻകൈ എടുത്തത്. എന്നിട്ട് നമ്മളോട് പറഞ്ഞില്ല. അതെ തപ്പണ്ട്. ഓ സപ്പോർട്ട് ചെയ്ത് ബാക്ക് ചെയ്ത്. അപ്പൊ എല്ലാവർക്കും മെറി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഗൈസ്, ഇന്നത്തെ വ്ളോഗ് തുടങ്ങാൻ പോകുന്നത് ഒരു ബോട്ട് യാത്രയിലാണ്. ഒരു കിഡിലൻ സ്ഥലത്തേക്കാണ് ബോട്ട് യാത്ര വരുന്നത്. ബോട്ട് യാത്ര ആക്ച്വലി പണ്ട് ഫ്രീ ആയിരുന്നു. ഇത് നമ്മൾ ഐക്കോൺസ് എന്ന് പറഞ്ഞ മോളിലേക്ക് പോകുന്നത്. ഇപ്പൊ ഇതിന് ഒരാൾക്ക് 40 പാത്രം കണ്ട് പെയ്ഡാണ്. മോള് ഫുള്ളായി പോയി. ഇത് ആക്ച്വലി ക്രൂസ് ചെയ്യാൻ പറ്റാത്തവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ചെറിയ എമൗണ്ടിന് നല്ല ഒരു ഏരിയ കൂടെ തന്നെ നമുക്ക് ക്രൂസ് പോവാം. ഇതൊക്കെ ഇവിടുത്തെ 5 സ്റ്റാർ ഹോട്ടൽസ് ആണ്. ബ്യൂട്ടിഫുൾ ആണ്. എനിക്ക് ചൗപ്രായ റിവർ ആണെന്ന് തോന്നുന്നു, ഐ ആം നോട്ട് ഷുവർ. എല്ലാ ലക്ഷറി ഹോട്ടൽസും ഈ ഒരു ഏരിയ തന്നെയാണ്, റിവർ സൈഡില്. ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ പറയാ, അടിയില് ഫുൾ ക്രിസ്മസ് ഡെക്കറേഷൻസ്. ഇവിടെയൊക്കെ ന്യൂ ഇയറിന് ഭയങ്കര പടക്കം പൊട്ടിക്കലും ബഹളമൊക്കെ ആയിരിക്കുന്ന കേട്ടെ. ആ വ്യൂ നോക്ക് ഗൈസ്, ഐക്കോൺസ് ഓൾ ലിറ്റ് അപ്പ്. ശരിക്കും ക്രിസ്മസ് ഒരുങ്ങി നിൽക്കുന്ന പോലെയാ നിൽക്കുന്നത്. അടിപൊളിയായിരിക്കും. വേണ്ട, ഇതാണ് ഐക്കോൺസിയ മോള്. സുധീരേട്ടാ കണ്ണ് തള്ള റെഡി ആയിക്കാം കേട്ടാ. കണ്ണാടിയൊക്കെ തെറിച്ചു. വെയിറ്റ് ചെയ്യപ്പോ. ഓ ഇത് ഭയങ്കര ഡെക്ഡപ്പ് ആയിട്ടായിരിക്കുന്നു കേട്ടോ. ഐക്കോൺസിയ മൈ ഫേവറേറ്റ് മോൾ മേ ബി ഇൻ ദ വേൾഡ് എന്ന് വരെ പറയാം. ഓ മൈ ഗോഡ്, അടിപൊളിയായിരിക്കും കേട്ടോ. ഇല്ല അങ്ങ് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. എപ്പോഴും വരുന്നതാണ്, പക്ഷെ ഇവരാരെയും കണ്ടിട്ടില്ലല്ലോ. നോക്കിക്കോ, സംഭവമായിരിക്കും ഇത്. എങ്ങനെയുണ്ട് ക്രിസ്മസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? നോക്ക്, കണ്ടാ ഞങ്ങളുടെ തായ്ലൻഡ്. ടെർമിനൽ 21 അയ്യ, അത് ഇതൊന്നും കമ്പയർ ചെയ്യാനും പറ്റില്ല. മോള് കാണാൻ പറ്റിയില്ല അന്ന്. ഇനി പിന്നെ അകത്ത് കയറുമ്പോ നോക്കിക്കാം. റോൾസ് റോയ്സ് വരെ ഉണ്ട്. വേണോ? എന്ത് രസം നോക്കുക. ഫസ്റ്റ് ഓഫ് ആൾ ഫ്രീ ആണല്ലോ നമുക്ക് ഈ മോളിലേക്ക് വരാൻ. പക്ഷെ ശരിക്കും ഒരു അമ്യൂസ്മെന്റ് പാർക്ക്, എന്റർടൈൻമെന്റ് സ്ഥലത്ത് വന്ന സ്ഥലമാണ്. ഇതും ഈ സൈഡില് റിവറും ഫുൾ ഡെക്ഡപ്പും. ഇതിന്റെ അകത്ത് കയറാൻ ഒരുപാട് സമയം എടുക്കും. ശില്പയും പ്രിയം ഫോട്ടോ എടുത്ത് കഴിയുണ്ട്. കൊള്ളാല്ലേ പറയാ? ശരിക്കും ക്രിസ്മസ് പപ്പാനീസ്. അയ്യടാ, തൊടാൻ പാടില്ല. നമ്മുടെ ഷോപ്പിന് മുമ്പില് അപ്പൊ എന്താ ചെയ്യണം? ഇതുപോലെ ആക്കണോ? ഇങ്ങനത്തെ ഒരു എൻട്രൻസ് ചെയ്താൽ മതിയോ? നമ്മുടെ ഷോപ്പിന് മുമ്പില്
ഡെക്കറേഷൻ കുറഞ്ഞു പോയി. അപ്പൊ എന്താ ചെയ്യണം? ഇതുപോലെ ആക്കണോ? ഇങ്ങനെ ഒരു എൻട്രൻസ് ചെയ്താൽ മതിയോ? കട്ട് ചെയ്യാതെ അതിന്റെ അകത്തോടെ പോയി നോക്കാം, അപ്പോൾ അതിന്റെ ഭംഗി അറിയുള്ളൂ. ഓ എന്റെ അമ്മോ, ഷാൻഡിലിയർ ഒക്കെ വെച്ചിരിക്കും നോക്ക്. ഇതൊന്നും പെർമനന്റ് അല്ല കേട്ടോ, ഈ ക്രിസ്മസ് ന്യൂ ഇയർ ബേസ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓ എന്താ അല്ലേ. ഈ ഫ്ലോറ് റെസ്റ്റോറൻറ്റ്സ് ആണ്, പക്ഷെ ഇതിന്റെ അങ്ങോട്ട് പോകുമ്പോഴാണ് നമുക്ക് പറ്റിയൊരു സ്ഥലം കാണിച്ചു തരാം. ഇത് കുറച്ച് ഹൈ എൻഡ് റെസ്റ്റോറൻറ്റ്സും. ഇത് സിംഗപ്പൂരിലെ ഏറ്റവും ഫേമസ് സീ ഫുഡ് റെസ്റ്റോറൻറ്റ് ജംബോ റെസ്റ്റോറൻറ്റ് എന്ന് പറയും. ക്രാബാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ്. ക്രാബ് ഏറ്റവും ഫേമസ് ഇവിടെയാണ്. ശരിക്കുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ ഇത്രയും തിരക്ക് കാണില്ല. ഇതിൻ്റെ അകത്ത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ തിരക്ക് പോകിക്കോ. ഇവിടെ ഉണ്ടല്ലോ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറയുന്നത് തായ്ലൻഡിലെ മെയിൻ സംഭവമാണ്. പക്ഷെ നമുക്ക് ഇപ്പം അവിടെ ഒന്നും വെയിലത്തൊന്നും പോകാൻ പറ്റില്ല, ഭയങ്കര ടൂറിസ്റ്റ് തോന്നിയെങ്കിൽ ഇതിൻ്റെ അകത്ത് മോളിൻ്റെ അകത്തൊരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉണ്ട്. തിരക്ക് ഒന്ന് നോക്കിക്കാൻ നിൽക്കാൻ പോലും സ്ഥലമില്ല. വേദവും പ്രിയവും വേദു കൗ ഉണ്ട്, ഡക്ക് പോകുന്നുണ്ട്. ഇങ്ങനത്തെ 7 ഫ്ലോറാ ഉള്ളത്. ഒരു ഫ്ലോറ് പോലും നമുക്ക് ഇന്ന് കണ്ടു തീർക്കാൻ പറ്റില്ല. എനിക്കൊന്ന് ഓരോ തവണ ഇവിടെ വരുന്നോറും ഷോപ്സിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും അല്ലെ. ഓരോ തവണ ഇവിടെ വരുന്നോറും ഇത്രയൊന്നും പണ്ടില്ലായിരുന്നു. എനിക്ക് ആൾക്കാർ കൂടുന്നോറും ഷോപ്സ് കുത്തി നിറച്ചു വെച്ചിരിക്കുക. ഇത് ആക്ച്വലി ഒരു ഗ്രാമീണ ഫീലിൽ അവർ ചെയ്തു വെച്ചിരിക്കുക. അങ്ങനത്തെ പ്രൊഡക്ട്സ് ഒക്കെ ബ്രാൻഡഡ് ഒക്കെ മുകളിൽ. പക്ഷെ ഇവിടെ അറ്റത്ത് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉണ്ട്. ഇവിടുത്തെ ക്രൗഡ്, ഓ ഇവിടെ നിന്നും കഴിക്കുന്ന കാര്യം നിങ്ങൾ വരുമ്പോൾ കുഴപ്പം കാണില്ല. ഇന്ന് ക്രിസ്മസും ആണ്, ഹോളിഡേ ആണ്, സൺഡേ. കഴിക്കുന്ന ആരും ആലോചിക്കുക പോലും വേണ്ട. പ്രിയ ഇത് നോക്ക്, പോർക്കിന്റെ ആർക്കാ വേണ്ടതെന്ന് ചോദിക്കാം. കഴിക്കുമോ ചെപ്പ? ഇതല്ല, ഇത് വെറുതെ ഷോയ്ക്ക് വെച്ചിരിക്കുക. ഇവിടെ പോർക്കിന്റെ എല്ലാ രീതിയിലുള്ള കട്ട് കിട്ടുന്ന കാണിച്ചിരിക്കും. ഇത് പോർക്ക് നട്ടില്, പോർക്ക് റിബ്സ്, പോർക്ക് സ്കിന്ന്, ക്രിസ്പി പോർക്ക്, ഇങ്ങനത്തെ കുറെ പോർക്കിന്റെ ഐറ്റംസ് മാത്രം നോക്കി വെച്ചിരിക്കുന്നത്. എന്താ അത്? പോർക്ക് നക്കിൽ നമ്മൾ ജർമ്മനിയിലൊക്കെ കഴിച്ചില്ലേ? അറിയില്ലേ? എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ കോൺസെപ്റ്റ് തുടങ്ങും. സൈഡിൽ വെള്ളം വരാൻ തുടങ്ങി. ഇതിനൊന്നും പോരാതെ സൈഡിൽ ലൈവ് മ്യൂസിക്കും, അല്ലെങ്കിലേ സ്ഥലമില്ല. ഇനി ഇവിടെ ഇപ്പൊ ആൾക്കാർ വഞ്ചിയിലൊക്കെ ഇരുന്ന് ഫുഡ് വിൽക്കുന്നുണ്ടായിരിക്കും. നോക്കിയോ. അമ്മ അതെ, പിള്ളേർക്ക് പറഞ്ഞത് മുടി വെട്ടി കുറച്ച് 10 വയസ്സ് ചെറുപ്പമായിന്ന് കുറെ കമന്റ്സ് കിട്ടിയെന്ന് വിചാരിച്ച് കുട്ടിയാവില്ലല്ലോ. കേട്ടല്ലോ, കുട്ടിയാവുമെങ്കിൽ നിഷ്കളങ്കത വേണം, എന്നെ പോലെ. ഓ ഇത് തനി പ്രിയ കൂളിംഗ് ഗ്ലാസ് വെക്കുമ്പോഴുള്ള ആ മൂക്കുത്തിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ സെയിം സംഭവം. എങ്ങനെ ഇവർക്ക് ഇത് സാധിച്ചു? ഇത് അമ്മയുടെ മേത്തിരുന്നാലും ഇന്ന് മേത്തിരുന്നാലും ഒരേ ഫീലിംഗ് ആവതു. ആ സെയിം. അപ്പൊ വീട്ടിൽ പോയി അമ്മയുടെ മേത്തിരുന്നോ? സത്യം അതറിയാം. ഞാൻ പോവാ. ബൈ. ആർക്കാണ് ബെസ്റ്റ് ബബിൾ ടീ ഇൻ ബാങ്കോക്ക്? തായ്ലൻഡ് വേണ്ടേ? ഒരാൾക്ക് മതിയോ? 2 പേര് മതിയോ? 3 പേരുണ്ടോ? സച്ചിന് വേണ്ടേ? ആ അപ്പൊ കൈവെക്കണം. കണ്ട, ഇതാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഏരിയ. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് പണ്ട് എങ്ങനെയാണെന്നറിയോ? പണ്ടുണ്ടല്ലോ പ്രിയ, ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് പണ്ട് എല്ലാവരും ട്രേഡ് നടത്തുന്നത് ആ ബോട്ടിൽ കൂടെ ആയിരുന്നു. അവർക്ക് വേണ്ടി ഫുഡ് കൊടുക്കാൻ വേണ്ടിയുള്ള പരിപാടിയായിരുന്നു. ഫുഡും വെച്ച് അവർക്ക് കടയിൽ പോകാൻ സമയമില്ല. അപ്പൊ ഇങ്ങനെ ആൾക്കാരും വഞ്ചിയിൽ ഇറങ്ങും വിൽക്കാനായിട്ട്. അങ്ങനെ ഫേമസ് ആയതാ. എൻ്റെ ഒരു ഫേവറേറ്റ് ഫുഡാണ് എഗ്ഗും ക്രീമും ഒരു തിൻ ക്രിസ്പി പാൻ കേക്ക്. ഇത് കോക്കനട്ട് ക്രീം ആൻഡ് തിൻ ക്രിസ്പി പാൻ കേക്ക്. നിങ്ങൾ എവിടെയെങ്കിലും കണ്ട വാങ്ങി കഴിക്കണം. സ്ട്രീറ്റ് ഫുഡാണ്. ഇവരൊക്കെ കൊണ്ടൊന്ന് ടേസ്റ്റ് ചെയ്യിപ്പിക്കട്ടെ. നോക്ക്, അതില് ചിപ്സിന് പകരം ഒരു ബ്രാൻഡ് ചെയ്തെടുക്കുന്നത് ബേക്ക്ഡ് ഗോൾഡൻ ബനാന വിത്ത് ബട്ടർ. അതാണ് നമ്മുടെ സാധാരണ ഉപ്പേരി. ബട്ടർ ഉണ്ടോ? ഉണ്ടോ? ഓ അതാണോ? ആഹാ, ഇത് കഴിച്ചു നോക്ക്. ക്യാരറ്റ് അലുവ ഇല്ലേ, ഏകദേശം അതിന്റെ ഒരു മുകളിലുള്ള, പക്ഷെ മുട്ടയുണ്ട് അതില്. അതിലൂടെ ക്രീമും നല്ലൊരു ക്രിസ്പി പാൻ കേക്കും. നല്ലല്ലേ ഇത്? ആ എന്താ വേണ്ടാത്ത? ഉപ്പേരി കഴിച്ചോണ്ടിരുന്നോട്ടെ ഇവിടെ.
നിങ്ങൾ ബാങ്കോക്ക് അല്ലെങ്കിൽ തായ്ലൻഡ് നിന്ന് ബെസ്റ്റ് തായ് ടീ കുടിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഈവൻ ബബിൾ ടീ കുടിക്കണമെങ്കിൽ ഈ ഒരു ബ്രാൻഡിങ് നോക്കി വന്നാൽ മതി. എനിക്കിന്റെ പേര് തരും, പക്ഷേ ഈ ട്രേഡ് മാർക്കാണ് ഇവരുടെ ഈ ഒരു ടൈപ്പ് ഓഫ് തിങ് ബോക്സസ്. ഇത് നമുക്ക് വാങ്ങിക്കൊണ്ട് പോകാം. ഇവിടുത്തെ തായ് ടീയുടെ തന്നെ ബബിളാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷെ ഇപ്പം അത് ബബിൾ എല്ലായിടത്തും സോൾഡ് ഔട്ട് ആവുന്നു. അതുകൊണ്ട് ഞാൻ സാധാരണ തായ് ടീ പറയും, കാരണം അതുവരെ കുടിക്കേണ്ട ഒരു സംഭവമാണ്. ഭയങ്കര ടേസ്റ്റാണ്. നമ്മുടെ സാധാരണ നാട്ടിലെ ചായ പോലെയല്ല. എങ്ങനെയുണ്ട് പറയാ? കുടിച്ചോ? ബബിള് മാത്രം ഇല്ലാതെ പോയി. തായ് മിൽക്ക് ടീ കുടിക്കണമെങ്കിൽ ഇവിടത്തെ കുടിക്കണം, ഈ ഒരു കടയില്. ആ, ഇതിന്റെ പേര് ചാത്രാമു കേട്ടാ, ഓർത്തിരിക്കുമല്ലോ അല്ലേ? ആ, ഒറ്റയ്ക്ക് വന്ന് കുടിച്ചിട്ടൊക്കെ. അവരെവിടെ? ആ, നോക്കി ഇത്രയധികം റെസ്റ്റോറൻറ്റ്സ് ഒരു രാജ്യത്ത് വേറെ എവിടെയും കാണില്ല. മേ ബി ജപ്പാൻ കാണുമായിരിക്കും, തായ്ലൻഡ്, ചൈന പിന്നെ പോയിട്ടില്ലല്ലോ. എല്ലാം അതാ ശരിക്കും ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് രീതിയിൽ എവിടെ നോക്കിയാലും ഫുഡ് അല്ലേ. ബാക്കിൽ മാംഗോ സ്റ്റിക്കി റൈസും കരിക്കിന്റെ ഐസ്ക്രീമും. എന്ത് അവരാ? ഇതിന്റെ സൈസ് നോക്ക്. ഓ, ഇതില്ലേ, ഇത് പക്ഷെ ഇത്ര ആരും കഴിക്കില്ല, അല്ലെങ്കിൽ ഞാൻ കഴിച്ചാല്. ഇത് ഞണ്ട് തൊണ്ടോടെ കഴിക്കണം, ഭയങ്കര ടേസ്റ്റാ, പപ്പടം പോലെ ഇരിക്കും. ഇല്ല ഇല്ല, ഇത് അങ്ങനെ കഴിക്കണ്ട. സോഫ്റ്റ് ഷെൽ ക്രാബ് എന്ന് പറയും, കഴിക്കുമോ? ഭയങ്കര ടേസ്റ്റാ, എക്സാക്ട് പപ്പടം പോലെ ഇരിക്കും. ഒറ്റയ്ക്ക് എങ്ങനെ കഴിക്കും? ഇത് കണ്ടിട്ടേ അത് കാണിക്കാതെ. ആ, ഇത് ഓക്കെ. തലയിൽ കുത്തുന്ന ക്ലിപ്പ് ഇവിടെ വെച്ചിരിക്കണേ. പിന്നെ ബന്ധമില്ലല്ലോ, അടുത്തൊന്നും വായിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത്. ഇതെന്താ ഇവിടെ ക്ലിപ്പ് എടുത്ത് വെച്ചിരിക്കുന്നത്? തലയിൽ കുത്തുന്ന ക്ലിപ്പ്. അത് ഗ്ലാസ് ജെല്ലി. സത്യ ക്ലിപ്പ് പോലെ ഉണ്ട്, നോക്ക്. അതാ പെർഫെക്ഷൻ കണ്ടോ? ലോബ്സ്റ്റർ വരെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു, നോക്ക്, പൂവൊക്കെ ഇട്ട്. ഇത് ലോബ്സ്റ്ററിന്റെ മേത്ത് കണ്ട, ശരിക്കും അവര് പെയിന്റിങ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓരോ ലോബ്സ്റ്ററും എടുത്തേ അവര് പെയിന്റ് ചെയ്ത് അട്രാക്റ്റീവ് ആക്കി വെച്ചിരിക്കുക. അതന്നെ. അല്ലെങ്കിൽ ആരെങ്കിലും കഴിക്കുവോ? അവര് കടലിൽ പിടിച്ച് കഷ്ടപ്പെട്ട് ഓരോന്നും എടുത്ത് ഇങ്ങനെ പെയിന്റ് ചെയ്ത് മേക്കപ്പ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുക. അല്ല, ഇത് പെയിന്റ് ചെയ്താ. ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കട്ടെ, അവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇപ്പോഴും അവിടെ ഡിബേറ്റ് നടക്കാം, ലോബ്സ്റ്റർ അവര് പെയിന്റ് ചെയ്ത് കാണുന്നത്. അപ്പൊ അവര് പറഞ്ഞു അത് വേറെ സ്പീഷീസിലുള്ള ലോബ്സ്റ്റർ ആണ്, അത് അങ്ങനെ ഇരിക്കുന്നതാണ്. ആയിത്തോണ്ട് ഇപ്പൊ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ലോബ്സ്റ്ററിനെ നല്ല ഒരുക്കി നിർത്തിയിരിക്കുവാണ്. അയ്യോ, സത്യം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എങ്ങനെ കാണുന്നേ? അത് ലോബ്സ്റ്റർ കാണാത്തോണ്ടാ. ക്രിസ്മസ് വൈബായി നോക്കി. ഇതിന്റെ ഇടയ്ക്ക് പ്രിയയുടെ സൗണ്ട് ഒക്കെ കയറി വരും. പ്രിയ ഇവിടെ നിന്ന് സംസാരിക്കുന്നുണ്ടായിരിക്കും. ലൈവ് മ്യൂസിക് എത്ര സ്ഥലത്ത്, ഒരു മോളിന്റെ അകത്ത് തന്നെ, ഒരു ഫുഡ് കോർട്ടിന്റെ അകത്ത് തന്നെ 2-3 സ്ഥലത്താണ് ലൈവ് മ്യൂസിക്. ഈ ഫ്ലോറിലാണ് ഇനി ശില്പ ഷോപ്പിംഗ് നടത്താൻ പോകുന്നത്. ശില്പയും പ്രിയയും. എനിക്ക് ഈ ഒരു ഷൂസ് 2 വർഷം നോക്കുക, അത് ഇതുവരെ എടുക്കാൻ പറ്റിയിട്ടില്ല. ഈ ഒരു മോഡൽ, ഇതിന്റെ ഈ സിൽവർ, ഇതിന്റെ ബ്ലൂ ഉണ്ട്, സിൽവർ, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം എടുക്കണം എന്നുണ്ട് എനിക്ക്. ആക്ച്വലി ഉണ്ടല്ലോ, ദുബായ് മോളിന്റെ ലക്ഷറി ഏരിയനെ കാട്ടി ലക്ഷറി ആയി തോന്നുന്നുണ്ട് അല്ലേ? ഇവിടുത്തെ ഒരു ഡെക്കറേഷനും ഗൂച്ചി എല്ലാം ആ ഒരു ഡെക്കറേഷൻ. ഇത് ഒരു ഭയങ്കര ഒരു റിച്ച് ഫീലാ മൊത്തമായിട്ട് തോന്നുന്നത്. അത് തന്നെ, അത് വരെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാ. ഹെർമസ്, സോറി, പ്രാഡയിലുള്ള പോലത്തെ മാനിക്കും വേണമെന്ന് പറയും കേട്ടോ. അടുത്തത് വേണ്ടേ? നല്ല ഐഡിയ. ഇന്നലെ നമ്മളൊരു എവിടെ മോളില് എങ്ങനെ മാനിക്കും നിൽക്കുന്നു. അങ്ങനെ ഒരു മാനിക്കും നമ്മുടെ കടയില്, പക്ഷെ ആ ഡ്രസ് ഇടാനാ പാട്. ഈ ഫ്ലോറിൽ നമുക്ക് വേണമെങ്കിൽ ഒരു പ്രിയക്ക് വേണമെങ്കിൽ എനിക്കൊരു ഷൂസ് ഒക്കെ വാങ്ങി തരാം. അഡിഡാസ്, നൈക്കി ഒക്കെ ഉണ്ട്. ഗൂച്ചൊന്നും വാങ്ങി തരില്ലല്ലോ. ചാക്ക് മതിയാ? ചാക്ക അത് മതി, അതിന്റെ വില നോക്ക്. ഇത് കടയുടെ പേരാണ്, ആ പെർസെന്റേജ് പേര് എഴുതില്ല, ആ സിമ്പിൾ മാത്രമാണ് അവരുടെ പേര്. ഭയങ്കര പോപ്പുലർ കോഫി ഷോപ്പാ. ആ ആദ്യമായിട്ട് അങ്ങനെ കാണുന്നത്, ലോഗോ മാത്രമേ ഉള്ളൂ, പേരില്ല.
ആ പുറത്ത് പോർഷ്. ആ എടുക്കണ്ട പോർഷ്. എനിക്ക് മറ്റേന്ന് മതി. എന്ത് ഞാൻ എടുത്തിട്ട് നമ്മളെല്ലാരും കൂടെ റൈഡിന് പോകുന്നതായിരിക്കും. എനിക്ക് മിനി കൂപ്പർ. ഇതാണ് കേട്ടോ. താങ്ക് യു. നമുക്ക് നമ്മുടെ കോഫി മെഷീൻ വേണമെങ്കിൽ ഇവിടുന്ന് നെസ്പ്രസോ വാങ്ങാം. അതിന്റെ ലിക്വിഡ് നല്ല ക്വാളിറ്റി കുറെ വെറൈറ്റീസ് നമുക്ക് ഷോപ്പിൽ കൊണ്ടേ വെച്ചാലോ? എന്നിട്ട് അതിന്റെ ക്യാപ്സ്യൂളിന് എത്രയാണെന്നറിയോ? നല്ല ആവശ്യമില്ല. അവിടെ ചായ ചേട്ടൻ തരില്ലേ, അത് കുടിച്ചാൽ മതി. അഡിഡാസ് ഒറിജിനൽസിനൊക്കെ സ്പേസ് നോക്ക്, ഓണിറ്റ്സ് നോക്കുക. പക്ഷെ ഡിസ്കൗണ്ട് ഇല്ല. പക്ഷെ ക്രിസ്മസ് സ്പേസ് ഭയങ്കര സെയിലും ഡിസ്കൗണ്ട് ഒക്കെ ആയിരിക്കും. ഇവിടെ വല്ല ഔട്ട്ലെറ്റ് സ്റ്റോറിൽ പോകണം. പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ല, ഞാൻ സെക്കൻഡ് ഹാൻഡ് വാങ്ങിയാണ്. കാരണം ഇത് പുതിയത് കിട്ടില്ല, നിർത്തിയല്ല പ്രൊഡക്ഷൻ. പിന്നെ ഭയങ്കരമായിട്ട് ഫേക്ക് കിട്ടും. പക്ഷെ എനിക്ക് കംഫർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് എൻ്റെ ഷൂസിൽ. ഇത് ഞാൻ സെക്കൻഡ് ഹാൻഡ് വാങ്ങിയതാണ്. ഒടുക്കത്തെ കംഫർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വൈഡ് ഫുട്ടാണ്. ഇത് ഈസി ബൂസ്റ്റ് 350 വേർഷൻ 2 ആണോ 1 ആണോ എന്ന് എനിക്കറിയില്ല. വൺ ഓഫ് ദ മോസ്റ്റ് കംഫർട്ടബിൾ ഷൂസ്. മൈ ഗോഡ്, ശരിക്കും ഇതിൻ്റെ ആ താഴത്തെ കുഷനിങ് ഒക്കെ ഉണ്ടല്ലോ, അതുണ്ടോ ചവിട്ടുമ്പോൾ ശരിക്കും ഒരു ഷോക്ക് അബ്സോർബേഴ്സ് പിടിപ്പിച്ച ഷൂ പോലെ. എൻ്റെ ഇടയ്ക്ക് പാത്തുൻ്റെ നാട്ടിൽ നിന്ന് വിളിച്ചിട്ട് ഒരു വാച്ച് വേണം എന്ന് പറഞ്ഞാൽ കാസിയോൻ്റെ ഒരു വാച്ചാണ്. ഇന്റർനാഷണൽ വാറണ്ടി ഒക്കെ ഉണ്ട്. അവിടെ ഈ വാച്ചാണ് എടുക്കുന്നത്. പാത്തുനാണെങ്കിൽ ഇനി നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് സമാധാനം തരില്ല. നാട്ടിൽ കിട്ടുന്നില്ല എന്നൊക്കെ ചിലപ്പോൾ തള്ളലായിരിക്കും, ആർക്കറിയാം. എന്തായാലും പാത്തു ഇപ്പോൾ പ്രിയയ്ക്ക് വാങ്ങിയതുകൊണ്ട് പാത്തുൻ്റെ ഒരു കാസിയോ വാച്ച് വേണം. എന്തെങ്കിലും ആവട്ടെ. എന്നാ പറയാ, പാത്തു വാച്ച് വേണമെന്ന് പറഞ്ഞില്ലേ? ഞാൻ വീഡിയോ കോളൊക്കെ ചെയ്തപ്പോ കരയും, ഭയങ്കര മറ്റേ ഓവർ ആക്ടിങ്. ഓ മൈ ഗോഡ്, ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞു ഫുൾ ഓവർ ആക്ടിങ്. വേണ്ട എടുത്തു വെച്ചോ. ആപ്പിൾ സ്റ്റോർ എനിക്കൊന്ന് തായ്ലാൻഡിലെ ഏറ്റവും വലിയ ആപ്പിൾ സ്റ്റോറാണ് ഐക്കോൺ സിയാമിന്റെ അകത്ത്. ശരിക്കും അതും ഒരു ഗാർഡൻ കഫേ പോലെ ചെയ്തിരിക്കുന്നത്. വെറുതെ കയറിയ ആൾക്കാർ ഇങ്ങനെ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഇങ്ങനെ കറങ്ങി ഓരോ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. പക്ഷേ ഇവിടെ ഐഫോൺ അത്രയും ചീപ്പൊന്നല്ല. നാട്ടിലെങ്ങാട്ടി ചീപ്പറാണ്. ക്യാഷ് ബാക്കും കിട്ടും, ടാക്സ് റീഫണ്ട് കിട്ടും. പക്ഷെ എന്നാലും ഭയങ്കര വില ഡിഫറൻസ് ഒന്നുമില്ല. ജപ്പാനാണ് ബെസ്റ്റ്. അല്ല, ഇവിടെ ഒരു ഗാർഡൻ ഉണ്ടല്ലോ, അത് ഇവിടെ ഇതിൽ കൂടെ പോവാൻ പറ്റില്ല. ഇല്ല, ഇപ്പുറത്തു കൂടിയല്ലേ? ഇതിൽ കൂടെ പോവല്ലേ? ഇവിടെ ഇത്തവണ ഡെക്ഡപ്പ് ആയിരിക്കും. എന്താ അല്ലേ? അയ്യോ, ഇത് നമ്മൾ ഓൾറെഡി 7-8 ഫ്ലോറിലാണ്. ഇതിന്റെ ബാക്കിലുള്ള കോംപ്ലക്സ് നോക്ക്. ഇത് ഇതിന്റെ സൈഡിലുള്ള ഫ്ലാറ്റാ? ഇതിന്റെ മുകളിലുള്ള അല്ല. എന്തിനാ എടുക്കുന്നത്? വാ കാണാം. ഫ്ലാറ്റ് ആണെങ്കിലും തുണി ഉണക്കം ഇട്ടിട്ടുണ്ട് അവിടെ. അത് പിന്നെ എല്ലാ ഫ്ലാറ്റിലും ഫ്ലാറ്റ് ഒക്കെ വാങ്ങുകയാണെങ്കിൽ ഇവിടെ വാങ്ങണം, ഇങ്ങനത്തെ സ്ഥലത്ത് അല്ലേ? അതായത് ഫ്ലാറ്റും ഉണ്ട്, മോളും ഉണ്ട്, വ്യൂ ഉണ്ട്, മെട്രോയും ഉണ്ട്, തൊട്ടടുത്ത് തിയേറ്ററും ഉണ്ട്, എല്ലാം ഉണ്ട്. നോക്ക്, എന്തൊക്കെയോ ക്രിസ്മസ് ബേസ്ഡ് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഗെയിംസ് ഒക്കെ കളിച്ചു കഴിഞ്ഞാൽ ഫ്രീ ഗിഫ്റ്റ് ഉണ്ട്. ഇവിടുത്തെ വ്യൂ ആണെങ്കിൽ സൂപ്പറാണ്. ഇവിടെ നമുക്ക് ഫുൾ ആ ചൗപ്രായ റിവർ പോലത്തെ ഏരിയ കാണാം. സംഭവമാണ്. സോ അത് നല്ലൊരു വാളാണ് ഏഷ്യ ടെക് എന്ന് പറയുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇതും ലോകത്ത് കാണുന്നത്. ഐക്കോൺ സിയാമിന്റെ ഡോറ് കണ്ട ബാത്റൂമിന്റെ ഓട്ടോമാറ്റിക് ആയിട്ട് തുറക്കുന്ന അകം ഞാൻ കാണിക്കുന്നില്ല. ഫുൾ അൾട്രാ ലക്ഷറി, സ്മെൽസ് ലൈക്ക് എ 5-star ഹോട്ടൽ ലോബി. ഇവിടെ ഇരിക്കാനൊക്കെ ഇവിടെ സ്ഥലവും ഉണ്ട്. എന്തൊരു ലക്ഷറിയസ് മോളാ. ബാ, സൂപ്പർ അല്ലേ മോള്? വേദി ലൈറ്റ് ഇടുന്ന എന്തിനാ അറിയോ? ഷൂസിന്റെ ഓടാൻ, ഫ്ലാഷിന് പവർ കിട്ടിയെന്ന് പറഞ്ഞാൽ ഒറ്റ ഓട്ടം ഓടും അല്ലേ? എല്ലാം അടച്ചു തുടങ്ങി. പക്ഷെ ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ് ഡീകോർ പ്ലേസ്. ഇത് നമ്മുടെ സെൻട്രൽ മോളിനൊക്കെ എല്ലാത്തിലും സെൻട്രൽ, അല്ലെങ്കിൽ ഇപ്പോൾ ലുലുവിൻ്റെ തന്നെ ലുലു ഫാഷൻ, ലുലു കണക്ട്, അങ്ങനെ തന്നെ ഐക്കോണിൻ്റെ തന്നെ ഐക്കോൺ ഡ്രസ്സസ്, ഐക്കോൺ ക്രാഫ്റ്റ്, അങ്ങനത്തെ കുറേ സംഭവമാണ്. ഇത് ഒരു ഫ്ലോർ മൊത്തം ഈ ലോക്കൽ ആർട്ടിസാൻസിനെ സപ്പോർട്ട് ചെയ്യാണ്. സോ എല്ലാം ഹാൻഡ് മെയ്ഡ് അല്ലെങ്കിൽ മെയ്ഡ് ഇൻ തായ്ലൻഡ് പോലത്തെ സംഭവമായിരിക്കും. ഇത് മൊത്തം ഡീകോറിൻ്റെ ഏരിയ ആണ്. ഓരോ ഫ്ലോറും ആ താഴത്തെ ഐക്കോൺ ഡ്രസ്സസ് എന്ന് പറയുന്ന ഐക്കോണിൻ്റെ ആക്റ്റീവ് ഡ്രസ്സസ്, സ്പോർട്സ് ഡ്രസ്സസ്, മേളിൽ മറ്റേ ലേഡീസ് ഫാഷൻ, അങ്ങനെ കുറേ ലൈക്ക് നടുക്ക് മോളിൻ്റെ സെൻറ്റർ പീസ് അതാണ്. മേളിലത്തെ ഫുഡ് കോർട്ട് നോക്ക്. ഷോ ഫുഡ് കോർട്ട് ഇതൊരു മെയിൻ റെസ്റ്റോറൻ്റ് ആണ്. ഞാൻ തിരിക്കുമ്പോൾ നോക്കി, ഇവിടുന്ന് ഉള്ള വ്യൂ ഭയങ്കര സംഭവമായിരിക്കും. ലോബ്സ്റ്റർ, അങ്ങനത്തെ ഒരു ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻറ്റ് പോലത്തെ സ്പേസ്, പക്ഷേ കുറച്ച് കാഷ്വലായി ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഈ ഒരു ഫുഡ് കോർട്ട് നോക്ക് ഗൈസ്, ജസ്റ്റ് ലുക്ക് ഹൗ ബ്യൂട്ടിഫുൾ ദിസ് ഫുഡ് കോർട്ട് ഈസ്. എന്താ അല്ലേ, എന്ത് ബ്യൂട്ടിഫുൾ. ഐ ഹാവ് നെവർ സീൻ എ ഫുഡ് കോർട്ട് സോ ബ്യൂട്ടിഫുൾ. ഓരോന്നും കിയോസ്ക്സ്, ഒരു ഡോം, ബാംബു, ഭയങ്കര സംഭവമായിട്ടുണ്ട് ഈ മോള്. മസ്റ്റ് വിസിറ്റ് ആണ്. 10 പൈസകൾ ചിലവാക്കണ്ട, ഇവിടെ വരുക, കാണുക. ഫുഡ് കഴിക്കാൻ വേണ്ടി വിചാരിച്ചാണ് ഞാൻ കുറേ സ്ഥലമൊക്കെ നോക്കി വെച്ചത്. തായ് സമീപ് എന്നൊക്കെ പറഞ്ഞ ഒരു ബെസ്റ്റ്
ഇതുണ്ട് ലൈക്ക് പാട്ടയൊക്കെ കിടുന്നത്. ഞാൻ 10 മണിക്ക് എല്ലാം അടയ്ക്കുള്ളൂ വിചാരിക്കും. 9 മണിക്ക് എല്ലാ റെസ്റ്റോറൻറ്റും അടയ്ക്കും. അത് മാത്രം ഇവിടുത്തെ ഒരു ഭയങ്കര നെഗറ്റീവ് ആയി പോയി. മിക്കവാറും ഇനി 7-11 പോകേണ്ടി വരും. പ്രിയ കണ്ട അമ്മേനെ പൂട്ടിയില്ലേ പോയതാ. അങ്ങനെ അന്നെ വേണം. പയ്യെ നടക്കുന്ന ആൾക്ക് അങ്ങനത്തെ പണിഷ്മെന്റ് വേണം. ഷട്ടറൊക്കെ ഇട്ടിട്ട് എല്ലാം ക്ലോസ് ആയി. ലാസ്റ്റ് ഞങ്ങൾ മെക്ഡോണൾഡ്സിൽ തന്നെ വന്നു. പ്രിയനെ വെളിയിൽ നിന്നും കണ്ടു വരുന്നൊക്കെയാ പറഞ്ഞേ. കണ്ടോ വേദു? ആ അതാ പറഞ്ഞ ഒന്നും പയ്യെ ചെയ്ത് എല്ലാം സ്പീഡിൽ ചെയ്യണം എന്ന്. വാ വരുന്നു. ആ വിചാരിച്ചു ഇതെല്ലാം സ്ഥലം വേറെ ഏതോ സ്ഥലമാണ്. നമ്മള് നേരെ റൂമിൽ പോവായിരുന്നു. പലേഡിയൻ നൈറ്റ് മാർക്കറ്റ് കണ്ടപ്പോ എല്ലാരും നടുക്ക് വെച്ച് റോഡ് സൈഡിൽ ഒതുക്കിയിട്ട് നേരെ ഇറങ്ങി അങ്ങോട്ട് പോണെന്ന്. എന്താ അപ്പൊ നടക്കാൻ കുഴപ്പമില്ല. സാധനങ്ങളൊക്കെ കണ്ടോണ്ട് നടക്കുമ്പോ നമ്മൾ നടക്കുന്ന മാതിരി തോന്നൂല. അപ്പൊ അങ്ങനെ കണ്ടോണ്ട് നടക്കുന്നു വിചാരിച്ചാലും തോന്നില്ല. അല്ല ഇങ്ങനൊക്കെ ഇങ്ങനെ കണ്ടോണ്ട് നടക്കുമ്പോ എങ്ങനെയാന്നറിയില്ല എനർജി എന്താ എനിക്കത് ഗിഫ്റ്റ് ചെയ്യണേ. ഗിഫ്റ്റ് ചെയ്യാനാണോ? എനിക്ക് തന്ന ഇത് ശില്പ ചേച്ചിയുടെ ഫേവറേറ്റ് കളർ. ശില്പ ചേച്ചി വീട്ടിൽ കൊണ്ടുപോകണം. ഏത് വെച്ചോ? ഏതിന് കളിക്കാനാ? അതായത് ഇവിടെ പ്രത്യേകിച്ച് ഞാൻ കാണിക്കുന്നില്ല, കാരണം കുറേ തവണ കാണിച്ചാണ്. ജസ്റ്റ് ഇവിടെ വന്നു എന്ന് കാണിക്കുവാണ്. പ്ലസ് നിങ്ങൾ രാത്രി എന്തെങ്കിലും ഒരു പരിപാടി വേണമെങ്കിൽ ഇവിടെ വന്ന് രാത്രി നടക്കാനൊക്കെ അടിപൊളിയാണ്. 7-11 ഉണ്ട്, KFC ഉണ്ട്, മെക്ഡോണൾഡ്സ് ഉണ്ട്, അടുത്ത് തന്നെ ഫുഡ് മസാജൊക്കെ ഉണ്ട്. സോ ഒരു ഈവനിങ് എന്തെങ്കിലും ഇതുപോലെ ചെറിയ ഷോപ്പിംഗ് ഒക്കെ വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം. നിങ്ങളത് എന്തായാലും ഇവിടെ കുറച്ച് നേരം കറങ്ങിയിട്ട് റൂമിലേക്ക് പോകുന്നതായിരിക്കും. എല്ലാ ഒരു ടിപ്പിക്കൽ തായ്ലൻഡ് ഐറ്റംസ് ഇവിടെ കാണുന്നത്. ലൈക്ക് എലിഫന്റ് പാൻസ്, ഇങ്ങനത്തെ പ്രിന്റഡ് ഡ്രസ്സസും, പിന്നെ കുറച്ച് അഡിഡാസിനൊക്കെ ഫേക്ക് ടീഷർട്ട്സും ആ സംഭവങ്ങളൊക്കെ, കൂളിംഗ് ഗ്ലാസ്, ആക്സസറീസ്, ടോയ്സ്, കോമൺ സാധനങ്ങളാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ തിരിച്ച് റൂമിലേക്ക് എത്തി. ആൻഡ് ഒരു അടിപൊളി ദിവസമായിരുന്നു ക്രിസ്മസ് ഡേ. സ്പെഷ്യൽ ആയിട്ട് ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ ഒന്നും ഇല്ലെങ്കിലും ഭയങ്കര ഒരു ഹാപ്പി ആൻഡ് ഫൺ ഫിൽ ഡേ ആയിരുന്നു. നിങ്ങൾ വന്നാൽ എന്തായാലും ഐക്കോൺ സിഎം മോളിലേക്ക് പോവാം. ആൻഡ് വൺസ് അഗൈൻ വിഷ് യു ആൾ എ വെരി ഹാപ്പി അഡ്വാൻസ് ആയിട്ട് ഞാൻ വിഷ് യു ആണ് ഹാപ്പി ന്യൂ ഇയർ. ആൻഡ് ഹോപ്പ്ഫുള്ളി ഗൈസ് എൻജോയ് ടുഡേസ് വ്ളോഗ്. നമുക്ക് അടുത്ത എന്തായാലും ഒരു വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ. ഇവരെ ബാങ്കോക്കിൽ കുറേ സ്ഥലങ്ങൾ കാണിക്കാറുണ്ട്. ബൈ.